ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്തിരിക്കുകയാണ് മൂവി. കാരണം എന്ന് വെച്ചാൽ ദിലീപേണ്ട തിരിച്ചു വരും. എങ്ങനെയുണ്ട് എക്സ്പെക്ടേഷൻ? നല്ല പ്രതീക്ഷയുണ്ട്. ഒബ്വിയസ്ലി ടീസറും ട്രെയിലറും എല്ലാത്തിനും ഞാൻ പറയാനല്ല, നമ്മുടെ അജിത് കുമാറിൻ്റെ ഗുഡ് ബാഡ് അഗ്ലി ഇറങ്ങിയില്ലേ, അത് കണക്കൊരു ഔട്ട് ആൻഡ് ഔട്ട് ഫാൻ ബോയ് സംഭവം പ്രതീക്ഷിക്കുന്നുണ്ട്. ബബ്ബ സിനിമ തീർച്ചയായിട്ടും ഒരു സിനിമകളൊക്കെ കാണുന്ന ഒരു വ്യക്തി നിലയിൽ തീർച്ചയായിട്ടും ആ ഒരു സിനിമ കാണാനുമായിട്ട് വളരെ താല്പര്യമുണ്ട്. പ്രത്യേകിച്ച് ഒരു ദിലീപിൻ്റെ അവസാന സിനിമകളെല്ലാം കഞ്ഞിക്കുഴി സിനിമകളായതുകൊണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ അവസാനം ഇറങ്ങിയ പല സിനിമകളും എനിക്ക് വ്യക്തിപരമായിട്ട് ഒട്ടും ഇഷ്ടപ്പെടാത്ത സിനിമകളായിരുന്നു. അതിപ്പം വോയിസ് ഓഫ് സത്യനാരായണായിരുന്നാലും ബാന്ദ്രയായിരുന്നാലും അദ്ദേഹത്തിൻ്റെ മറ്റേ തങ്കമണി ആയിരുന്നാലും പ്രിൻസ് ആൻഡ് ഫാമിലി ആയിരുന്നാലും എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത സിനിമകളായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന്. അദ്ദേഹം എന്തൊക്കെയോ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഇന്ന പക്ഷക്കാരനാണ്, ഞാൻ ഫാമിലി മാനാണ് എന്നൊക്കെ രീതിയിൽ കാണിക്കാൻ വേണ്ടിയുള്ള കുറേ സിനിമകളായിട്ട് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റേ എന്തിനോ തിളയ്ക്കുന്ന സാമ്പാറായിട്ട് പുള്ളി കിടന്ന് സ്വയം അങ്ങനെ തിളയ്ക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ആ സിനിമകളായിട്ട്. അതിൽ നിന്നെല്ലാം കുറച്ച് വ്യത്യസ്തമായിട്ട് ഉള്ള ഒരു തീമിൽ ഇറങ്ങുന്ന ഒരു സിനിമയാണ്. പിന്നെ കൂടെ നമ്മുടെ ലാലേട്ടനും കൂടെ ഉണ്ടാകുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ഒരു ഗുഡ് ബാഡ് അഗ്ലി എന്ന സിനിമയായിട്ടൊക്കെയാണ് പലരും കമ്പയർ ചെയ്യുന്നത്. ആ ഒരു സിനിമ പോലെ ആയിരിക്കും എന്നൊക്കെയാണ് പലരും കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു തീമിൽ വരുന്ന ഒരു വ്യത്യസ്ത സിനിമ തീർച്ചയായിട്ടും കാണാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ തെനാലി രാമൻ കഥകളിൽ ആദ്യത്തെ ഒരു കഥയുണ്ട്. അപ്പോൾ അത് കഥയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറേ സമയമെടുക്കും. പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം തെനാലി രാമൻ കഥകൾ നിങ്ങൾക്ക് വായിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു കഥയുണ്ട്. അപ്പം അതിനകത്തൊരു പനമരം എന്നുള്ളൊരു ഇത് വരുന്ന ഒരു കഥയുണ്ട്. അപ്പോൾ ഒരു വ്യക്തി എന്ന് വെച്ചാൽ ഒരു പനമരത്തിൻ്റെ താഴെ പോയിരിക്കുന്നു. അപ്പം അയാൾ പനമരത്തിൻ്റെ താഴെ നടന്ന് ക്ഷീണിച്ച് വന്നിരിക്കുന്നു. അപ്പം അതിൻ്റെ മുകളിൽ നല്ല പനങ്കൊലകളുണ്ടായിരുന്നു. അപ്പോൾ ഒരു കാക്ക ഇങ്ങനെ വന്നിട്ട് ഒരു പനങ്കൊലയുടെ മുകളിൽ വന്ന് ഇരിക്കും. അപ്പോൾ ഇയാളിത് കണ്ടുകൊണ്ടിരിക്കുകയാണ്, കാക്ക വന്ന് പനങ്കൊലയുടെ. അപ്പോൾ അതിനുശേഷം പുള്ളി മയങ്ങിപ്പോവും. എന്നിട്ട് കാക്ക പനങ്കൊലയുടെ മുകളിൽ നിന്ന് ഇങ്ങനെ പറന്നു പോയ സമയത്ത് തന്നെ ആ ഒരു സമയത്ത് തന്നെ പനങ്കൊല പഴുത്തിരിക്കുകയായിരുന്നു. പെട്ടെന്ന് താഴെ ഇയാളുടെ തലയിലേക്ക് വന്ന് വീഴും. ഇയാൾ വിചാരിക്കുന്നത് ആ കാക്ക പറന്നത് കൊണ്ടാണ് ഈ പനങ്കൊല താഴെ തലയിൽ വീണത്. അപ്പോൾ ഇതൊക്കെയുള്ളൂ നമ്മുടെ ചുറ്റും നടക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ യാദൃശ്ചികമായിട്ട് അയ്യോ അത് സംഭവിച്ചു, ഇതിങ്ങനെ സംഭവിച്ചു, അതൊക്കെ യാദൃശ്ചികമായിട്ട് നമുക്ക് തോന്നുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിലൊന്നും എനിക്കൊരു ഇതൊന്നുമില്ല. അപ്പം അതൊക്കെ അതിൻ്റെ വഴിക്ക് നടന്നോട്ടെ എന്നുള്ളൊരു. എനിക്ക് രാമലീല ഒരു പക്ഷേ അന്നത്തെ സാഹചര്യമായിട്ട് ചുമ്മാ അവർ എഴുതിപ്പോഴത്തേക്ക് നമുക്ക് സാഹചര്യങ്ങളുമായിട്ട് നമുക്ക് സാമ്യത ഉള്ളതായിട്ട് തോന്നിയേക്കാം. ഇനി ഒരു പക്ഷേ ബബ്ബ എന്നൊരു സിനിമ ചിലപ്പം ഭാവിയിൽ ഇങ്ങനെയൊക്കെ നടന്നേക്കാമെന്ന് വിചാരിച്ചിട്ട് അവർ എഴുതിയതാണോ എന്നെനിക്ക് അറിയില്ല, അത് പറയില്ല. പക്ഷേ എന്തുകൊണ്ടാണ് ഇതൊക്കെ ഒരു സാഹചര്യങ്ങളുമായിട്ട് ഇങ്ങനെ ഒത്തുപോയി. ഇപ്പോൾ ഒരുപക്ഷെ വിധി മറിച്ചായിരുന്നെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒരുപക്ഷെ ഈ ഒരു സിനിമ തന്നെ റിലീസ് അറിയില്ല. നമുക്കതൊന്നും അത്രയും പ്രവചിക്കാനുള്ള നമുക്ക് അന്തർയാമിയൊന്നും അല്ലല്ലോ നമ്മൾ. എനിക്ക് പറയാനുള്ളത് ഈ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഇപ്പോൾ പ്രിൻസ് ആൻഡ് ഫാമിലി അല്ലെങ്കിൽ അതുപോലെ മറ്റേ പവി കെയർടേക്കർ ഞാൻ നേരത്തെ വിട്ടുവരുന്നത് ഏറ്റവും അപരാധിച്ച പടം അതായിരുന്നു, പവി കെയർടേക്കർ. ഇതുപോലുള്ള സിനിമകളിലൊക്കെ ദിലീപ് അഭിനയിച്ചിട്ട് ഞാൻ ജനപ്രിയ നായകനാണ്, എന്നെ നിങ്ങൾ ഇഷ്ടപ്പെടണേ എന്നൊക്കെ രീതിയിൽ ഇതൊക്കെ ഉണ്ടാക്കാൻ പോവാതെ അദ്ദേഹത്തിൻ്റെ പ്രായത്തിനനുസരിച്ചിട്ട് വരുന്ന തിരക്കഥകളും പുതിയ കഥകളൊക്കെ അനുസരിച്ചിട്ട് മുന്നോട്ട് പോവുക. അതൊക്കെ അതിൻ്റെ വഴിക്ക് വന്നോളും എന്നുള്ള രീതിയിലാണ് എനിക്ക് പറയാനുള്ളത്.